നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം സീറോന്നാണ് തുടങ്ങിയത്. പല വെൻഡേഴ്സിനെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഫാക്ടറി വിസിറ്റ് നടത്തുമ്പോഴൊക്കെ നമുക്ക് വേണ്ട പരിഗണന ആദ്യം ലഭിച്ചിരുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പരിഗണന ഇല്ലാത്തൊരു പ്രശ്നമായതുണ്ടായിരുന്നു. പല വീടുകളിലും നമ്മൾ വിസിറ്റായിട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഈ എമൗണ്ടിൽ ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയറിന് ചെയ്യാൻ തന്നെ കഴിയില്ല, നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള കൺസെപ്റ്റാണ് അധികം ആൾക്കാർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ 5 ലാഖിൻ്റെ പാക്കേജ് വന്നതോടുകൂടി ഏകദേശം ഒരുപാട് പേർക്ക് ഇൻറ്റീരിയർ ബഡ്ജറ്റായിട്ട് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളൊരു സൈറ്റിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. 10 വർഷത്തിൽ കസ്റ്റമറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് ഫങ്ഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. 1 ഇയറിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം 80+ പ്രൊജക്ട്സ്. ഒരു വർഷം കൊണ്ട് നമുക്ക് 80 ക്ലയൻസ് ആയി. അതെ. ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വീട് വെക്കുമ്പോൾ അതിൽ ഏറ്റവും ചിലവേറിയതും അതിനെ മനോഹരമാക്കുന്ന മേഖലകളിലൊന്നാണ് അതിൻ്റെ ഇൻറ്റീരിയർ. വെറും 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത് അതിനെ മനോഹരമാക്കുന്ന ഒരു കഥയുമായിട്ടാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ 2 അതിഥികൾ എത്തിയിരിക്കുന്നത്. CR എന്ന സ്ഥാപനത്തിൻ്റെ സാരഥികളായിട്ടുള്ള ദീപക്കും അജ്മലും. വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. നമ്മൾ CRക്ക് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ദീപകിൻ്റെ ആണെങ്കിലും അജ്മലിൻ്റെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ എങ്ങനെയാണ് നിങ്ങളിതിലേക്ക് എത്തിയെന്നും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണമെന്നുണ്ട്. ആദ്യം തന്നെ ദീപകിൻ്റെ സ്വദേശം എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ. അതിനുശേഷം ഞാൻ നേരെ എറണാകുളത്ത് കൊച്ചിയിൽ തന്നെയാണ് വർക്ക് ചെയ്തതെല്ലാം. ഒരു 3 ഇയേഴ്സ് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തെല്ലാം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അജ്മലിൻ്റെ സ്വദേശം? ഞാൻ പെരിന്തൽമണ്ണ തൂത എന്ന് പറയും. ഓക്കെ. ഞാൻ പഠിച്ചതൊക്കെ ചെറുപ്പളശ്ശേരിയിലാണ്. ദീപക് പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസ്കഷൻ്റെ പ്രകാരമായിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഇൻറ്റീരിയർ ഫേമിലോട്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അത് തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളെപ്പോലുള്ള ഒരു ചെറുപ്പക്കാർ ഇത്രയും വലിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നമ്മൾ പല ആളുകളെ കാണാൻ പോകുമ്പോഴും, ഉദാഹരണത്തിന് പല വെൻഡേഴ്സിനെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഫാക്ടറി വിസിറ്റ് നടത്തുമ്പോഴൊക്കെ നമുക്ക് വേണ്ട പരിഗണന ആദ്യം ലഭിച്ചിരുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പരിഗണന ഇല്ലാത്തൊരു പ്രശ്നമായതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിനെ മനസ്സിലാക്കി ഇതിനെ തിരിച്ചു പിടിച്ചേ സാധിക്കുള്ളൂ. ഇതിന് മറികടന്ന് നമ്മൾ നല്ലൊരു നിലയിലെത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ദൈവത്തിൻ്റെ സഹായം കൂടി നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു സ്റ്റേജിലോട്ട് എത്താൻ സാധിച്ചു. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അജ്മൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം സീറോന്നാണ് തുടങ്ങിയത്. നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ മെയിൻലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് അധികം ആവശ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളെ വേണ്ട, അതും നമ്മൾ EMIയിലാണ് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ CRK ഇൻറ്റീരിയേഴ്സ്, അത് നമ്മൾ CRK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടൊരു സ്ഥാപനമായിരുന്നു. അതെവിടെയായിട്ടായിരുന്നു? അത് നമ്മൾ പാലാരിവട്ടം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, കൊച്ചിയിൽ. അതിന് നമ്മൾ CRK ഇൻറ്റീരിയേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തെടുത്തു. നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയത്. നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലയൻറ്റ് അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വെല്ലുവിളികൾ അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി ഒരു ക്ലയൻറ്റിനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെ. പ്രത്യേകിച്ച് നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആയാൽ മാത്രമേ നമുക്കൊരു ക്ലയൻറ്റിനെ കിട്ടുള്ളൂ. ഉദാഹരണം, നമുക്ക് ഓഫീസ് വേണം, അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ കാണിച്ചു കൊടുക്കാനുള്ള നമ്മളെ പ്രീവിയസ് പ്രോജക്റ്റുകൾ വേണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലയൻറ്റിനെ നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞത്
പോസിബിൾ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ടൊരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ക്ലയൻറ്റ് വിളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഓഫീസ് സ്പേസ് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലയൻറ്റിന് വന്ന് സംസാരിക്കാനുള്ള ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരുന്നില്ല. പതുക്കെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റൺ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഒരു ഓഫീസും പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ 1-2 വർക്കുകളൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളോടുള്ളൊരു വിശ്വാസം, ഇപ്പോൾ എന്നോടാണെങ്കിലും അജ്മലിനോടാണെങ്കിലും നമുക്ക് വേറെ സ്റ്റാഫുകളോ മാർക്കറ്റ് ചെയ്യാൻ വേറെ സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൈറ്റിൽ അവരെ നേരിട്ട് പോയി കണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി നമ്മളെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 1-2 പ്രൊജക്റ്റുകളൊക്കെ ആദ്യം വന്നു തുടങ്ങിയത്. പിന്നീട് നമുക്ക് നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. പിന്നെ എല്ലാ സ്റ്റാഫുകൾക്കും അവരുടേതായിട്ടുള്ളൊരു SOP ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഓഫീസിലില്ല. ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക്സ് കാര്യം മുതൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യം ഇപ്പോൾ ഓഫീസിൽ നിലവിലില്ല. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമുക്ക് പല ആളുകളുടെ സഹായം കൊണ്ടാണ്, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നല്ല, നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് ഗൈഡൻസ് പല ബിസിനസ്സുകാരുടെ ഒന്നും എടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കൊരു നല്ലൊരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. എത്ര പ്രോജക്റ്റ് വന്നാലും മറ്റേ ടൈം നമുക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. ഇപ്പോൾ എത്ര പേരുണ്ട് നമ്മുടെ ഓഫീസിൽ? ഇപ്പോൾ നിലവിൽ നമുക്കൊരു 20 സ്റ്റാഫാണ് ഇൻ ഹൗസ് ആയിട്ടുള്ളത്. നമുക്ക് പുറത്ത് ഇതുപോലെ സബ് കോൺട്രാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫാക്ടറി സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഒരു 100ൻ്റെ അടുത്ത് നമുക്ക് വേറെ സ്റ്റാഫുകളായിട്ട്, അത് നമ്മളെ ഡയറക്റ്റ് സ്റ്റാഫുകളല്ല, നമ്മളെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ലേബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലുള്ള സ്റ്റാഫുകളായിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, അതുപോലെ കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ഇറങ്ങിയത് ശരിയല്ല എന്ന് എന്തെങ്കിലും തോന്നിയായിരുന്നു? ഇല്ല, കാരണം ഞങ്ങൾ 2 പേരും ഇത് എന്തെങ്കിലും സക്സസ് ആവുന്നില്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 പേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോട്ട് ചില മന്ത്സിൽ നമുക്ക് എത്താത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു മന്തിൻ്റെ ആവുന്ന ടൈമിൽ സാലറി കൊടുക്കുന്ന സിറ്റുവേഷൻ, അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ സാലറി കൊടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളതൊക്കെ മേക്കപ്പ് ചെയ്ത് നമുക്ക് നമ്മളിപ്പോൾ ഏകദേശം തുടങ്ങിയതിന് ശേഷമൊന്നും നമുക്ക് സാലറി ഇതുവരെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ കവറപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഒരു ദിവസമാണ് പെട്ടെന്ന് നമുക്കൊരു ഇൻറ്റീരിയർ ഫേമിലോട്ട് അത് കൺവേർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആശയം നമുക്ക് വന്നത്. ഞങ്ങൾ 2 പേരും കൂടി നാട്ടിലോട്ട് പോകുന്നൊരു വഴിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൂടി നമുക്ക് നോക്കിയാലോ. കാരണം ഓൾറെഡി നമുക്കിപ്പോൾ ഡിസൈനിങ് സ്റ്റാഫുകളുണ്ട്, ഓഫീസസ് ആയി കഴിഞ്ഞു, പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നോളജും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മളങ്ങനെ പ്ലാൻ ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചു, അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് അങ്ങനെ കയറി വന്നതാണ്. നമുക്കിപ്പോൾ ബാക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ടെൻഷന് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വളരുന്നുണ്ടായിരുന്നു. ഇതും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ച് ഓരോ 1 by 1 ആയിട്ട് നമ്മൾ പടുത്തുയർത്തി കൊണ്ടുവന്നത് തന്നെയാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇൻറ്റീരിയർ സ്ഥാപനങ്ങളുണ്ട്. അതിൽ തന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നത് കൊച്ചിയിലാണെന്ന് തോന്നുന്നു. പക്ഷേ കൊച്ചിയിൽ നമ്മളൊരു പുതിയതായിട്ടൊരു ഇൻറ്റീരിയർ സ്ഥാപനം വരുന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞായിരുന്നു? നമ്മൾ വർക്ക് ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിലൊരു ഇൻറ്റീരിയർ ഫേമിനെ ഒരു ക്ലയൻറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ഫേമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എക്സ്പെൻസ് വൈസ് ഭയങ്കര കൂടുതലായിരുന്നു. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലുള്ള ബഡ്ജറ്റാണ് എല്ലാ സ്ഥാപനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് കസ്റ്റമേഴ്സിനെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിങ് നടത്തിയത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബാക്ക്-എൻഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെൻഡേഴ്സിന് പോയി നേരിട്ട് കണ്ടു. പല മെറ്റീരിയൽസ് എങ്ങനെ കുറഞ്ഞ റേറ്റിൽ കിട്ടാം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ ഫാക്ടറികൾ പല അപ്പോൾ പ്ലൈവുഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലാമിനേറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും പല ഫാക്ടറികളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഇനീഷ്യലി ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആദ്യം ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് എങ്ങനെ ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു അഫോർഡബിൾ പ്രൈസിൽ. ഇപ്പോൾ കൊച്ചിയിലൊരു ഇൻറ്റീരിയർ ഫേമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 3 BHK ഹോം എന്ന് പറയുമ്പോൾ മിനിമം ഒരു 10 lakh rupees എന്താണെങ്കിലും വരും.
അതെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പാക്കേജ് ഇപ്പോൾ 5 lakh റുപ്പീസിനാണ് പാക്കേജ് കൊടുക്കുന്നത്. ആ 5 lakh റുപ്പീസിന് എങ്ങനെ ഒരു 2 BHK ഹോമിൻ്റെ ഇൻറ്റീരിയർ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചു. ഓക്കെ ഓക്കെ. നമ്മുടെ USP അതായിരുന്നു. അതെ അതെ അതെ. നമ്മളെ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 ലാക്കിൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യം തന്നെയാണ്. അത് എത്രമാത്രം നമുക്ക് ബെനിഫിഷ്യറി ആയി? അത് നന്നായിട്ടായിട്ടുണ്ട്. കാരണം നമ്മൾക്ക് വരുന്ന ലീഡ്സ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് പേർക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ വലിയ ബഡ്ജറ്റ് കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. കാരണം പല വീടുകളിലും നമ്മൾ വിസിറ്റായിട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഈ എമൗണ്ടിൽ ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത്. അവർ എന്താ പറയുക, നമുക്ക് ഇൻറ്റീരിയറിന് ചെയ്യാൻ തന്നെ കഴിയില്ല, നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള കൺസെപ്റ്റാണ് അധികം ആൾക്കാർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ 5 ലാക്കിൻ്റെ പാക്കേജ് വന്നതോടുകൂടി ഏകദേശം ഒരുപാട് പേർക്ക് ഇൻറ്റീരിയർ ബഡ്ജറ്റായിട്ട് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ലോ ബഡ്ജറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ ഈ പറഞ്ഞു 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നു, അതിൽ ക്വാളിറ്റിക്ക് നമ്മളൊരു കുറവും വരുത്തുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു വെല്ലുവിളി ഉണ്ട് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പർച്ചേസ് നമ്മളെല്ലാം സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏതൊരു സ്ഥലത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കൊച്ചിയിൽ നിന്ന് തന്നെ ചെയ്തിട്ട് സൈറ്റിൽ നമ്മൾ എവിടെയാണോ സ്ഥലം അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പർച്ചേസുകളും നമ്മളെ മെറ്റീരിയൽ പർച്ചേസുകളെല്ലാം നമ്മൾ സെൻട്രലൈസ് ചെയ്തിട്ട് കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. അത് നമുക്ക് നമ്മളേതായിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗോഡൗൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള ബഡ്ജറ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാക്ടറിയും കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സെൻട്രലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻസ് ഒഴിവാക്കാൻ സാധിക്കുന്നു. പിന്നെ ഒരുപാട് കോസ്റ്റ് നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ മാത്രമാണ്, ഇപ്പോൾ അറൗണ്ട് ഒരു 2 വീക്കിൻ്റെ വർക്ക് മാത്രമാണ് സൈറ്റിൽ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലേക്കാണ് നമുക്ക് ഇതുപോലുള്ള ബഡ്ജറ്റ് കൺട്രോളിങ് മെത്തേഡ്സ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ USB ആണ് 5 ലക്ഷത്തിന് മുകളിലേക്ക് അല്ലെ 5 ലക്ഷത്തിൽ തുടങ്ങി ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കുക, അത് ക്വാളിറ്റി തന്നെ. അതെ. നിലവിൽ നമ്മൾ എത്ര ക്ലയൻസിന് നമ്മൾ സർവീസ് കൊടുത്തിട്ടുണ്ട്? 80+ ആയി മാറിയിട്ടുണ്ട്. ഏകദേശം 1 ഇയറിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം 80+ പ്രൊജക്ട്സ്. ഒരു വർഷം കൊണ്ട് നമുക്ക് 80 ക്ലയൻസ് ആയി. അതെ. അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ട്സും ഉണ്ട്, ഇനി ചെയ്യാനുള്ള പ്രൊജക്ട്സും ഉണ്ട്. ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയ പ്രൊജക്ട്സ് അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്ത ക്ലയൻസിൻ്റെ അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നമുക്ക് ഒരു ഒട്ടുമിക്ക ക്ലയൻസ് എല്ലാം ഒരു 99% ക്ലയൻസ് നമുക്ക് നല്ല റെഫറൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ അറിയാമല്ലോ, നമുക്ക് 1% നമുക്ക് അത് ഏതൊരു ബിസിനസ്സിനാണെങ്കിലും ഉണ്ടാകുന്ന, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 99% നമ്മളെ പേജ് കണ്ടാൽ അറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലയൻസും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരിലൂടെ നമുക്ക് പുതിയ പ്രോജക്റ്റുകളിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട്. അവർ തന്നെ പുതിയ റെഫറൻസ് നമ്മളെ ഏൽപ്പിക്കും. അതിൻ്റെ പ്രധാന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. 10 വർഷത്തോളമാണ് നമ്മളതിൻ്റെ സർവീസ് വാറണ്ടി കസ്റ്റമറിന് ഉറപ്പ് നൽകുന്നത്. 10 വർഷം നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിൽ കസ്റ്റമറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് ഫങ്ഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഫങ്ഷണാലിറ്റി പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇനി നേരെ മറിച്ച് ഇപ്പോൾ പ്ലൈവുഡിൻ്റെ ഒക്കെ കേസിലോട്ട് പോകുമ്പോൾ അതിന് ചെതൽ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുത്തൽ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ചെതൽ വരുമ്പോൾ പൊതുവെ എന്താണെങ്കിലും നമുക്കതിൽ വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ല. അതിന് പുറമെ പ്ലൈവുഡിൻ്റെ ഇഷ്യൂ കൊണ്ടുള്ള കുത്തിപ്പൂ അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മൾ പ്ലൈവുഡിൻ്റെ വെൻഡേഴ്സ് തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരുന്ന ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത ആൾക്കാരാണ്, അവിടെ നിന്ന് സ്വന്തമായിട്ടൊരു സംരംഭം കെട്ടിപ്പടുത്തു. ഇപ്പോൾ നിലവിൽ നമ്മൾ 1 വർഷം കൊണ്ട് 80-ലധികം ക്ലയൻസിലേക്ക് എത്തി. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഒത്തിരി നമുക്ക് എന്താണ് ഓർമ്മിക്കാവുന്ന മുഹൂർത്തങ്ങളുണ്ട്, നമുക്ക് മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് ഫസ്റ്റ് പ്രൊജക്റ്റ്, നമുക്ക് ഓരോ പ്രൊജക്റ്റ് എടുക്കുന്ന ടൈമിലും നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കാരണം പല സിറ്റുവേഷനും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളാവും, ചിലപ്പോൾ പ്ലാനിങ്ങിൻ്റെ പ്രശ്നങ്ങളാവും. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഉറക്കം കളഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട്. പിന്നെ നമുക്ക് യാത്രകളാണ് മെയിനായിട്ട് ഉണ്ടാവുക. നമുക്കിപ്പോൾ ഓൾ കേരള ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് യാത്രകൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നമുക്ക് ആദ്യം സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നില്ല. അതും നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ബസ്സിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ കേരളത്തിൽ നിന്നിപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അന്ന് എടുത്ത എഫേർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്വപ്നം ഇപ്പോഴും ആയിട്ടില്ല. നമ്മളിപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടി വേറെയും കുറേ സ്വപ്നങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ദീപകിൻ്റെ സ്വപ്നം? ഏതൊരു വ്യക്തിയും അവൻ നല്ല നിലയിലാവാനാണ് ജോലി ചെയ്യുന്നതാണെങ്കിലും അവൻ്റെ കുടുംബം നോക്കാനാണ്. അതെ അതെ, അതുതന്നെയാണ് എൻ്റെ പ്രൈം ഉദ്ദേശം. നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി മാറുക, അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ച തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നമ്പർ 1 കമ്പനിയിലോട്ടായിട്ട് മാറുക എന്നുള്ളതാണ് ഒരു സിആർക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ ഓക്കെ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു 10 കമ്പനിയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം, നമ്മളെ ആഗ്രഹം. നമ്മൾ ഒരു വീട് പണിയുമ്പോൾ എപ്പോഴും കൂടുതൽ ചിലവ് വന്നത് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഒത്തിരി പേര് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇൻറ്റീരിയർ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പലരെയും ഇപ്പോൾ പറഞ്ഞ മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാം, അവസാനം നമ്മുടെ ബഡ്ജറ്റിൽ മൊത്തം പൊട്ടിപ്പോകുന്ന ഒരു നിലയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ ക്ലയൻറ്റുകൾ, കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻസേ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. അതായത് ക്ലയൻറ്റിൻ്റെ കയ്യിൽ ചിലപ്പോൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൺസെപ്റ്റ് ചിലപ്പോൾ 20 ലക്ഷത്തിൻ്റെ ആവും. നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണത്. നമുക്ക് ക്ലയൻറ്റ് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് കൊടുത്തു, അതിനനുസരിച്ച് നമുക്ക് വർക്ക് ക്ലയൻറ്റ് തന്നു. പക്ഷേ അവരെ കൺസെപ്റ്റിനനുസരിച്ച് നമ്മളത് വരച്ച് കൊടുക്കുന്ന ടൈമിൽ അവർക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. പക്ഷേ അവർ ഒരുപാട് കൺസെപ്റ്റ് കാര്യങ്ങൾ കൊടുന്നു, അതൊക്കെ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷമാണ് അതിന് ഇത്ര രൂപ വരും എന്നുള്ള കാര്യങ്ങൾ ക്ലയൻറ്റ് അറിയുന്നുണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ഡിസൈൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു ഡിസൈനാണെന്നുള്ളത് നമ്മൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ഡിസൈൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഞാനൊരു വീട് പണിയാണ്, ഇപ്പോൾ എനിക്ക് ഒരു ഇൻറ്റീരിയർ ചെയ്യണം. അപ്പോൾ ഞാൻ സിആർക്കിനെ സമീപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ? ഇനീഷ്യലി നമുക്ക് ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് കൊടുക്കും. ഇന്നതൊക്കെയാണ് നമ്മളെ സ്കോപ്പ് ഓഫ് വർക്ക് വരുന്നത്, അതിനൊക്കെ ഇന്ന ബഡ്ജറ്റ് ആണെന്നുള്ള രൂപത്തിൽ ആദ്യം ഒരു റഫായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ അവർക്ക് നമ്മൾ കൊടുക്കും. അവർ ഫ്ലോർ പ്ലാനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രൂപത്തിൽ. അതിനുശേഷം വൺസ് അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്യും. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം സൈറ്റിലത്തെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഈ പ്രൊപ്പോസൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനുശേഷം ക്ലയൻറ്റ് ഗോ അഹെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരിക്കും നമ്മളെ ഇനീഷ്യൽ പേയ്മെൻറ്റ് സ്ട്രക്ചർ വരുന്നത്. നമുക്ക് ഡിസൈനിങ് ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോക്കൺ അഡ്വാൻസ് എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്തതിന് ശേഷം ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള 3D ഡ്രോയിങ് ആണെങ്കിലും 2D ഡ്രോയിങ് ആണെങ്കിലും എല്ലാം നമ്മളത് ചെയ്തു കൊടുക്കും. നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും അവർ വീട് പണിയുമ്പോൾ. അതെ അതെ. അപ്പോൾ ആ ബഡ്ജറ്റ് എക്സസ് ചെയ്ത് പോകാൻ പാടില്ല ഈ ഇൻറ്റീരിയർ കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ കൊടുത്ത പ്രൊപ്പോസലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു 3D ഡിസൈൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആ 3D ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സാർ ഇന്ന മാറ്റം വരുത്തുമ്പോൾ ഇത്ര രൂപയുടെ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതവിടെ ആഡ് ഓൺ ചെയ്യാം എന്നുള്ളത് നമ്മൾ അപ്പോൾ തന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് ക്ലയൻറ്റിന് അത് പെട്ടെന്ന് ക്യാച്ചബിൾ ആയിരിക്കും. അവർക്കത് പറ്റാത്തൊരു പേയ്മെൻറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡ്രോയിങ് ഫൈനലാവുന്ന സമയം വരെ തന്നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവരുടെ ബഡ്ജറ്റ് എക്സീഡ് ആവാതെ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോയിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മളെ പ്രൊഡക്ഷനാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ നിന്നായിരിക്കും എല്ലാ പ്രൊഡക്ഷൻസ് വരുന്നത്. അത് നമ്മൾ ഫാക്ടറി ത്രൂ ചെയ്തതിന് ശേഷം പിന്നെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ ഒരു സ്ക്രൂ പോലും എവിടെ ഇടണം എന്നുള്ള ഹോള് വരെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് അടിച്ചിട്ടായിരിക്കും വരിക. എന്ന് പറയുമ്പോൾ ലേബേഴ്സിന് ഏതൊരു സാധാരണ ആൾക്കും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് സൈറ്റിലോട്ട് എത്തുക. അതിനുശേഷം ഒരു 2 വീക്കിൻ്റെ സമയമാണ് സൈറ്റിൽ ഉണ്ടായിരിക്കുക. നമ്മൾ സെൻട്രലൈസ്ഡ് ആണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ കേരളത്തിന് എല്ലാ സ്ഥലത്തേക്കും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഓൾ കേരള ചെയ്തിട്ടുണ്ട്, എല്ലാ ജില്ലയിലും നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പോൾ കണ്ണൂർ കംപ്ലീറ്റ് ആവാനായി, കാസർഗോഡ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഏരിയയിലും നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മേജർ ടേണിംഗ് പോയിൻറ്റ്? എൻ്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഇതിലോട്ടുള്ളൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്നെ വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ പിരിച്ചു വിട്ടിട്ടാണ്, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് എത്തുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വളരെ ഇമോഷണലായിട്ടാണ് ഞാനന്ന് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ ഒരു CEO ആയിട്ടുള്ള ഒരു വ്യക്തി, പുള്ളി എന്നോടുള്ള പേഴ്സണൽ വിരോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അറിയില്ല, വളരെ മോശമായിട്ട് എന്നോട് എല്ലാ ആളുകളുടെ മുമ്പിൽ വെച്ച് പെരുമാറി. അന്ന് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോരേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് അന്നൊന്നും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല നമ്മൾ പുതിയ സ്ഥാപനം തുടങ്ങണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും അന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കും പറ്റില്ല, ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഈ ഒരു പ്രായത്തിലല്ലേ അതിനൊക്കെ സാധിക്കുള്ളൂ. 40 വയസ്സായിട്ട് ആ ഒരു സമയത്ത് ഒന്ന് ശ്രമിക്കായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ സുഹൃത്തും ആയിട്ടുള്ള അജിമുലുമായിട്ട് സംസാരിച്ച് നോക്കി, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് നമുക്ക് നമ്മുടെ അന്നത്തെ സിഇഒയുടെ നിന്ന് നമുക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി. പക്ഷെ ഇന്ന് നമ്മുടെ സ്റ്റാഫിനെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ ആ സിഇഒക്ക് ഇപ്പോൾ നന്ദിയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം വെച്ചാൽ അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ഇന്നൊരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു സ്റ്റാഫിനോട് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ജെൻസി പറഞ്ഞ കാറ്റഗറിയിൽ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക്, ഇപ്പോൾ എൻ്റെ തലമുറ ആയതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി അറിയാം ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡീൽ ചെയ്യണം എന്നുള്ളത്. കൂടുതലും നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കുറവാണ്, യങ് ഏജിലുള്ള സ്റ്റാഫുകളാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ അവരെ വളരെ നന്നായിട്ട് ബെസ്റ്റായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട സപ്പോർട്ടുകളും അവർക്ക് വേണ്ട ഒരു വർക്ക് കൾച്ചർ നമ്മൾ ഓഫീസിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രീ ടൈമിൽ എന്തെങ്കിലും എൻജോയ്മെൻറ്റ് പരിപാടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട്. ഇപ്പോൾ ലീവ്, ചിലപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ലീവ് തരില്ല. ഇപ്പോൾ നമ്മൾ അവരോട് ലീവ് ചോദിക്കുകയാണ്, ദിവസം ലീവ് വേണം, ഓക്കെ, നോ പ്രോബ്ലം. നമ്മളെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട വർക്ക് അവിടെ കംപ്ലീറ്റ് ആയാൽ മതി. അതിന് ശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ ഒരു ഓഫീസ് ടൂർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അജ്മലിൻ്റെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഇപ്പോൾ ദീപക് പറഞ്ഞ പോലെ തന്നെ അന്ന് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ പ്രോബ്ലം ആയിട്ട് ഇറങ്ങി. പിന്നീട് ഞാൻ അവിടെ സ്വന്തമായിട്ട് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3D പ്ലാനൊക്കെ വരയ്ക്കുന്ന ഡിസൈനറായിട്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയ ടൈമിലാണ് എനിക്കും പിന്നെ എന്താ പറയുക, സ്വന്തമായിട്ട് ഇന്നൊരു സ്ഥാപനം തുടങ്ങാം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ആ ഒരു ടൈമിലാണ് ദീപക് വിളിക്കുന്നത്, നമുക്കിങ്ങനെ ഒരു കാര്യം നോക്കിയാലോ, അപ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് കയറി വരുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതും നമുക്ക് ഫസ്റ്റാണ്. നമുക്കിതിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കോഴ്സുകൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ പുറകിലും ഒരുപാട് കാലം നടന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓഫീസ് ഇട്ടിട്ടുണ്ടായിരുന്നത് വെണ്ണല എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, എറണാകുളം വെണ്ണല. അവിടെ നമ്മൾ കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സസും ഒക്കെ അറേഞ്ച് ചെയ്തു. ഒരു സ്റ്റാഫിനെയാണ് നമ്മൾ ആദ്യം ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളത് പാലാരിവട്ടത്തേക്ക് മാറ്റി. അപ്പോൾ ഒന്നുള്ളത് 2, 3, 4, 5 സ്റ്റാഫുകളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി. അതിൽ നിന്ന് പിന്നെ നമ്മൾ CRK എഞ്ചിനീയേഴ്സിലോട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ നിങ്ങൾ 2 പേരുണ്ട്, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്. അതിൽ നമുക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സിങ്കായിട്ട് വരിക എന്നുള്ളൊരു മെയിൻ ഫാക്ടറാണ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വേണ്ട ഒരു 5 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക? എനിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്, അതിന് പുറമെ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എൻ്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവില്ല. എൻ്റെ പരിമിതികൾ എവിടെയാണോ ആ പരിമിതികൾ അവനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോഴും പലപ്പോഴും ഭയങ്കര ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾ 2 പേരും പ്ലാൻ ചെയ്തിട്ടായിരിക്കും അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് ഒക്കെ കടക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം അവതരിപ്പിച്ചാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇന്നെ പോലെയാണ്, അത് ചെയ്താൽ ചിലപ്പോൾ മോശമായിരിക്കും എന്ന് പറയുന്ന ഒരാൾ, അതിന് നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും നല്ലൊരു സ്ട്രോങ് റിലേഷൻ ബിഹൈൻഡ് ഉണ്ടെങ്കിൽ അത്
നല്ലൊരു കാര്യം തന്നെയാണ്. അജ്മലിന് എന്താണ് തോന്നുന്നത്? നമ്മളിപ്പോൾ ഞാനധികം എറണാകുളം ഇല്ലാത്ത ഒരാളാണ്. അതായത് കണ്ണൂർ ഏരിയയിൽ ആ സൈറ്റുകൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ അധികം പെരിന്തൽമണ്ണ ഏരിയയിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഡെയിലി വിളിക്കും. അതായത് നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇനി നാളെ എന്നല്ല, നമുക്കിനി CRKയിലോട്ട് ഏത് രീതിയിലോട്ടാണ് നമുക്ക് എത്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളാണെന്നില്ല അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളാണ് മുന്നോട്ട് പോകാറ്. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ എടുക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളതിൽ കറക്റ്റ് ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തി കറക്റ്റ് നോക്കിയിട്ട് എടുക്കാറ്. അപ്പോൾ അങ്ങനെ തന്നെ കറക്റ്റ് ഓപ്പൺ ഡിസ്കഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ട്രസ്റ്റാണ്. അത് നമുക്ക് 2 പേർക്കും ഉണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ട കാര്യം. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് CRKൻ്റെ ഭാവി പദ്ധതികൾ? CRK ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നമ്പർ 1 കമ്പനിയായിട്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളിപ്പോഴും ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് സെൻറ്റർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയയിലുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ക്ലയൻസിനെല്ലാം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള നമ്മൾ ചെയ്ത വർക്കുകൾ. ഇപ്പോൾ പലപ്പോഴും ക്ലയൻസ് ചോദിക്കുന്നത് നമ്മൾ ചെയ്ത സൈറ്റുകൾ ഏതെങ്കിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ക്ലയൻറ്റ് നമ്മൾ റെഫർ ചെയ്ത് കൊടുത്താലും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൈറ്റിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളായിരിക്കും ആ സൈറ്റിലോട്ട് പോകുന്നത്. അയാൾ എങ്ങനത്തെ ആളാണ്, എത്തരത്തിലുള്ള ആളാണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ആ ഒരു ഫാമിലിയിൽ ആ ഒരു വീട്ടിൽ ചിലപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ കയറി ചെല്ലുമ്പോൾ നാളെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സാരായി ബാധിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പർ 1 ആക്കാനുള്ള എല്ലാ പദ്ധതികളും ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടതാണ് ട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള റാപ്പോ. തീർച്ചയായിട്ടും ഇപ്പോൾ അജ്മലിനാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദീപകിനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളായിട്ട് തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്ഥാപനങ്ങളൊന്നായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.